നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. ഈ തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇനി നമുക്ക് ഈ തോരൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം ഞാൻ തോരൻ ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് ചെറുപയറൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ അരിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ചെറുപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഇതൊന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പകുതിയാണ് ഞാൻ എടുക്കുന്നത്. പപ്പായയുടെ പകുതി ഭാഗം മാത്രമാണ് തോരനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പപ്പായാണ്. ഇതിലൊറ്റ കുരു പോലും ഇല്ല കേട്ടോ. ഇതിൻ്റെ പകുതി ഞാനൊരു പീലർ വെച്ച് ചെത്തി തൊലിയൊക്കെ പോക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ രീതിക്ക് ചെറുതാക്കിയാണ് ഞാൻ മുറിച്ചിട്ടെടുക്കുന്നത്. അധികം വലിയ പീസുമല്ല, അധികം ചെറുതുമല്ല. ഈ രീതിക്കാണ് പപ്പായ എല്ലാം ഞാനിവിടെ മുറിച്ചിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെന്ന് വെച്ചാലും മുറിച്ചിടാം കേട്ടോ. ഞാൻ ഇതേപോലെയാണ് മുറിച്ചിട്ടെടുത്തത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പില, 1 സവാള ചെറുതാക്കി മുറിച്ചിട്ടതും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ച കറമൂസ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ല ജലാംശമുള്ള പപ്പായാണ്, അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള പപ്പായയ്ക്ക് അനുസരിച്ച് അതിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇത് വളരെ പെട്ടെന്ന് വേവുന്ന പപ്പായാണ്. കണ്ടില്ലേ, ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൽ വെള്ളം നല്ലോണം ഉണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി തിരിച്ചും മറിച്ചോട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. അത് വേകുമ്പോഴേക്ക് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 തണ്ട് കറിവേപ്പില, 2 വെളുത്തുള്ളി, 4 പച്ചമുളകും 1/2 കപ്പ് തേങ്ങയിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് അരിഞ്ഞു പോകണ്ട, ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പപ്പായൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറും നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാസ് പയറൊക്കെ ഇട്ടുകൊണ്ട് ഗ്യാസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആ തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച ചുവ മാറുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് 1 മിനിറ്റോളായി. ഞാനിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലെ ജലാംശമൊക്കെ വറ്റി നമ്മുടെ തോരനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതിലേക്ക് അവസാനം ഞാൻ ചതച്ച മുളക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരുത്തേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ഇനി നമുക്ക് ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.